നമ്മൾ വേറെ എവിടെ ഇതുവരെ പോയിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. മാത്രല്ല ഇന്ന് ലീവല്ലേ. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വേണ്ട, ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി. പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്ന് രാത്രിയാണ് തിരിച്ചു വരാം. ഇതൊക്കെയല്ലേ ഒരു രസം. അയ്യോ രസം നിന്നെയും കൂടെ കൊണ്ടായിട്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് കയറാനൊന്നുമില്ല, നിന്റെ മോന്ത കാണുന്നുണ്ട്. പിന്നെ നിന്നെയും കൂടി ഞാൻ പുറത്തു പോയിട്ടുള്ള മനസ്സമാധാനം കൂടെ കളയണം. ശല്യം ചാടി നീ മുന്നോട്ട് പോവാൻ നോക്ക്. വിനോട്ടാ, ഫുഡ് കഴിക്കാൻ വാ. ഭക്ഷണം വേണം വെച്ചിട്ടുണ്ട്. അതിന് നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് എടുത്തു വെക്കാൻ. എനിക്കൊന്നും വേണ്ട. എടി മര്യാദക്കുള്ള ഡ്രസ് ഇട്ടാൽ നിന്നെ കാണാൻ കോലല്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഓരോ വേഷം കെട്ടുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെയും കൂടി പറയിപ്പിക്കാണ് നിനക്ക് ചേർന്ന് പോലെ എടുത്തിടാൻ നോക്ക്. എന്നാണിതാ ഇമാതിരി കോലം കെട്ടിട്ട് ഇവിടെ ഇറങ്ങാൻ നിൽക്കണ്ട. അല്ല നീ ഇപ്പൊ ഏതിട്ടാലും കണക്ക് തന്നെയാണ്. മനുഷ്യനെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ ഓരോ കൊണ്ട് വന്നോളൂ അവള്. ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഞാനിപ്പോ അതിന് മാത്രം എന്താ ചോദിച്ചത്? ഈ റൂം ക്ലീൻ ചെയ്യാൻ സഹായിക്കുമെന്ന് ചോദിച്ചതോ? പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ, അതിങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിന്നോട് പിന്നെ എങ്ങനെ സംസാരിക്കുന്നതാണേ? ചെറിയൊരു ഗ്യാപ്പ് എന്നിട്ട് തലകറി ഭരിക്കാൻ വരിക. നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? പിന്നെ ഓരോ ചൊറിയുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാല് അവളെ മോന്ത കാണുന്നതിന് എനിക്ക് വെറുപ്പാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഓരോ സംസാരം. അവള് പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത്? കല്യാണം കഴിഞ്ഞപ്പോ നീ ഒരു ദിവസം പോലെ ആ കുട്ടിനെ കൊണ്ട് മര്യാദ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് അവളോട് ഇങ്ങനെ സംസാരിക്കാൻ സൗകര്യമുള്ളൂ. അമ്മയ്ക്ക് അവരുടെ പണിയൊന്നുമില്ലേ അവളെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നത്? നീ ആ കുട്ടിനെ കഴിച്ചൊരു താലി കെട്ടി കൊണ്ട് അവൾ നിന്റെ അടിമയാണോടാ? ചിലപ്പോ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. എന്നെ കൊണ്ട് ജീവിക്കണമെങ്കിലേ അങ്ങനെയൊക്കെ വേണ്ട വരും. ആ അങ്ങനെ പറയാനേ ഒരു നിവർത്തിയില്ലാണ്ട് എല്ലാവരും കൂടി തലക്ക് വെച്ച് കെട്ടി തന്നതല്ലേ അവളെ. നീ ഇവർ കണ്ടു കേട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുട്ടിയാ. എന്നിട്ട് നീ അവളുടെ ജീവിതം വെച്ച് കളിക്കുക. ആ കുട്ടിന്റെ കണ്ണിന്ന് വെള്ളം പോത്ത ഒരു ദിവസം ഉണ്ടോ നീ കാരണം? പഴയ പ്രേമം ഇങ്ങനെ മനസ്സിലിട്ട് നടക്കാനാണ് പിന്നെ ഇങ്ങനെ ഒരു കല്യാണ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക്. അതേടി ഞാൻ അവളെ മനസ്സ് കൊണ്ട് നടക്കന്നെയാണ്. നീ എന്താ പറഞ്ഞേ? നമ്മുടെ കല്യാണം ഒരു നാടകമായിരുന്നു. നമ്മുടെ കല്യാണം ഒരു നാടകം തന്നെയായിരുന്നു. അതിനിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എത്ര ദിവസം ഇതേ കിടപ്പ് കിടക്കുന്നു? ഇങ്ങനെ കിടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ജോലിക്കൊന്നും പോകണ്ട? ആ പോക, 2 ദിവസം കഴിയട്ടെ. 2 ദിവസം 2 ദിവസം പറഞ്ഞ മാസം 2 കഴിഞ്ഞു. നിന്റെ ഭാര്യ പോയിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നീ തന്നെയാ. തെമ്മടുത്തരം കാണിച്ച പെൺകുട്ടിനെ പറഞ്ഞും വിട്ടിട്ട് ഇപ്പൊ നാട്ടുകാരനെയും മേടിച്ചിട്ട് ഒളിഞ്ഞിരുന്നിട്ട് എന്താടാ കാര്യം? അമ്മ വെറുതെ എന്തെങ്കിലും പറയല്ലേ? ഞാനത് ഒളിഞ്ഞിരിക്കുക അല്ല, നാണക്കേട് കാരണം പുറത്തിറങ്ങാണ്ടിരിക്കുക. എണിച്ച് കുളിച്ചിട്ട് നിന്റെ കൂട്ടുകാരന്മാരുടെ ഒക്കെ ഒന്ന് പോകാൻ നോക്കും മോനെ. കുറച്ച് മനസ്സമ്മതനം കിട്ടാൻ നിനക്ക് കിട്ടിക്കോട്ടെ. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ ഇവിടെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? എന്നെ കുറിച്ച് സ്വൈരായിട്ട് വിടമ്മേ. നീയായിട്ട് വരച്ച സ്വൈരക്കേടനല്ലേ, അത് അനുഭവിക്ക്. കൂട്ടുകാരന്മാരുടെ കൂടെ പോയി അവർ കളിയാക്കും അല്ലേ? നീ ഒരു കാര്യം ചെയ്യും, പെണിച്ചോണ്ടപ്പോ ഇരിക്കും. ഞാൻ കിടക്കി തുടങ്ങാനെടുത്തെ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യന് ശല്യം ചെയ്യാണ്ട്. ഓ എന്റെ ഒരു തലവിധി, എന്ത് ചെയ്യാൻ അനുഭവിക്കാനല്ലാണ്ട്. വല്ലാത്തൊരു ചെക്കൻ. വഞ്ചേച്ചി, വഞ്ചേച്ചി. ആ കവിതയോ? ആ ഞാനേ ഇവിടെ അടുത്തുള്ള 2-3 വീടുകളില് കുട്ടികൾക്ക് പോളിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ആ ഇവിടെ മരുമോൾക്ക് വിശേഷം ഉണ്ടോ? മരുമോൾക്ക് വിശേഷമൊന്നുമില്ല. ആ ചോദിച്ചേ ഉള്ളൂ. കുറച്ച് മാസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ വിശേഷം ഉണ്ടെങ്കിൽ ഒന്ന് അംഗനവാടിയിൽ പേര് കൊടുക്കണേ. ആ പറയാം. എവിടെ മരുമോളെ? എന്തെങ്കിലും പണിയിലാണോ? ആ മരുമോള് അവളുടെ വീട്ടിൽ പോയതാ. ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. ശരി. കേട്ടില്ലേ? ഇനി ആരെങ്കിലും വന്നിട്ട് നീ തന്നെ മറുപടി പറഞ്ഞു. എനിക്ക് മടുത്തു. ഇപ്പൊ ഓരോരുത്തരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ നാട് മുഴുവനും പരക്കാൻ അധികം സമയം വേണ്ട.
ഇതാ ഇത് 10ാമത്തെ ചായയാണ്ടാ, ഇനിയും ചോദിച്ചാൽ ഞാൻ തരില്ല. ഇനി അമ്മ എടുത്തു തരണ്ട, എനിക്ക് വേണ്ടി ഞാൻ എടുത്ത് കുടിച്ചോളാം. ഇപ്പഴല്ലേ മനസ്സിലാവുന്ന ഓരോരുത്തരുടെ സ്വഭാവം. എനിക്കുണ്ടോ സ്വഭാവത്തിന് കുഴപ്പം? അല്ലാണ്ട് നിനക്കല്ലേ അല്ലേ വലിയ മാന്യ. നീ ഇങ്ങനെ നോക്കണ്ട, ഇതൊക്കെ ഞാനാണോ ചെയ്തു തരേണ്ടത്? നിന്റെ ഭാര്യയല്ലേ ചെയ്യേണ്ടത്? വയസ്സുകാലത്ത് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എത്ര ചെക്കന്മാർ നാട്ടിൽ പെണ്ണ് കിട്ടായിട്ട് നടക്കണത്. നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയപ്പോ അതിന്റെ വില അറിയാണ്ട് പറഞ്ഞു വിട്ടു അല്ലേ. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വഴിയില്ല. കാണുന്നവർക്കൊക്കെ ഇതൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, മരുമോള് വന്നോ മരുമോള് വന്നോ എന്നുള്ളത്. മോനെ നീ ഒന്നും വിളിച്ചു നോക്കടാ, ചിലപ്പോ ഈ കുട്ടി വന്നാലോ. ഞാൻ അവളീ ജന്മം പോയി വിളിക്കില്ല, അവളോട് തനി ഇറങ്ങിപ്പോയതല്ലേ, വേണേ തന്നെ കൊണ്ട് കയറി വരട്ടെ. ആ വരും, നീ കാത്തിരുന്നു അവിടെ. നിന്റെ ഈ അഹങ്കാരം കൂടെ കുട്ടി പോയത് ഇവിടുന്ന്. എന്നാൽ അവിടെ ഒരു ഭാര്യയല്ലേ, ഏതെങ്കിലും പെണ്ണുങ്ങളും ചെയ്യാൻ നിൽക്കോ? കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ജീവിക്കാൻ പഠിക്കണ്ടേ? പിന്നെ ചെയ്യാണ്ട് നിന്റെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ ഇരിക്കും വിചാരിച്ചോ? അവളെ നിന്റെ അടിമയായിട്ട് ജീവിക്കാൻ വന്നതല്ല, അഭിമാനത്തോടെ ജീവിക്കാൻ വന്ന ഇവിടെ. പിന്നെ അഭിമാനം എന്നാ അവൾക്ക് മാത്രമേ അഭിമാനമുള്ളൂ, എനിക്കില്ലേ? അവൾ അത്രയ്ക്ക് അഭിമാനമുള്ള പെണ്ണാണെങ്കിലേ എന്റെ അഭിമാനത്തെ കുറിച്ച് അവൾ ആലോചിക്കാത്തത് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ. ആ നിന്റെ അഭിമാനം കൂടിപ്പോയതുകൊണ്ടാണല്ലോ നിനക്കോട് ഒളിച്ചിരിക്കണ വന്നത്. നീ ഒന്ന് മാറിയിരിക്കെ. എന്താ അമ്മ കാണിക്കുന്നത്? ഈ ടവലൊന്നും എടുക്കട്ടെടാ. രാധികന്റെ കൂടി കുറുക്കി പൈസ കൊടുക്കാൻ നീ പോകുവോ? ഞാൻ തന്നെ പോകണ്ടേ? പണ്ടത്തെ പോലെ മനുഷ്യന്മാരുടെ മുന്നിൽ തലയുർത്തി നടക്കാൻ പറ്റുമോ? ആൾക്കാർ ചോദിക്കില്ലേ? തലയെ തുണിയിട്ട് പോയി ആരും തിരിച്ചറിയില്ലല്ലോ. വെറുതെ പണങ്ങിപ്പോയതല്ലോ, അവിഹിതമല്ലേ അവിഹിതം. ആ രാകേഷേ, അമ്മ എവിടെ? ആ രാധികേച്ചി, അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അമ്മേ, രാധികേച്ചി വന്നിരിക്കുന്നത്. പിന്നെ ഭാര്യയൊക്കെ വിളിക്കലുണ്ടോ രാകേഷേ? ആ വിളിക്കലുണ്ട്. നീ മറക്കൊന്നും വേണ്ട. സുജിത്തെ നിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണിന് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായില്ലേ രാകേഷേ? നീ ഇപ്പോഴും അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക? നിനക്ക് വിവരമില്ല രാകേഷേ. നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് നീ ഈ പണി ഒപ്പിക്കുന്ന ഒരാളും വിചാരിച്ചിട്ടില്ല. ഓ ഇവരെയും കൊണ്ട് ചേച്ചി നിൽക്ക്, ഞാൻ അമ്മേനെ വിളിക്കാം. വേണ്ട, നീ വിളിക്കൊന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ ചേച്ചി? ഇവിടെ തേപ്പ് പെട്ടിയുണ്ടോ? എന്ത് തേപ്പ് പെട്ടി മോനെ, അയൺ ബോക്സ്. ഇല്ല ചേച്ചി, ഇവിടെ കംപ്ലൈന്റ് ആയി കിടക്കുക അയൺ ബോക്സ്. ആ അതെന്തായാലും നന്നായി മോനെ. നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ലടാ. തെറ്റ് മുഴുവനും സുമതിന്റെ മോളിന്റെ അടുത്താ. നീ അങ്ങ് അതും വിശ്വസിച്ചിരുന്നു. നല്ലൊരു നേവിക്കാരന്റെ ആലോചന വന്നപ്പോഴേ അവൾ അവനെയും കെട്ടിയിട്ട് പോയി, അല്ലാതെ അവൾ നിന്നെ ആലോചിച്ചിരിക്കുക. ഇപ്പൊ നിന്റെ അവസ്ഥ എന്തായി? നാട്ടിലെ പേരും പോയി, കെട്ടിയ പെണ്ണും പോയി. അത് ചേച്ചി പോട്ടെ മോനെ. അമ്മ എനിക്ക് തീരെ വയ്യമ്മ. അമ്മ എന്നും നോക്കിട്ട് വാ, എന്നിട്ട് ഞാൻ വന്നാ പോരെ? ആ ഞാൻ നോക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരുന്നോ? അത്രയും വയ്യാത്തക്കാരനല്ലേ പോടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്. സ്കാനിങ്ങിന് റിപ്പോർട്ട് കാണിക്കാനുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ, അതിന്റെ റിസൾട്ട് വാങ്ങിക്കണം. ഇതൊക്കെ എവിടെയാണെന്ന് ആർക്കറിയാ? എനിക്കിനി എത്ര പ്രാവശ്യം വന്നാലും അതിന്റെ ഉള്ളിൽ കയറി എത്തും വിടയും കിട്ടില്ല. എന്നിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ. മോനെ, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് എവിടെന്നാ വാങ്ങുന്നത്? ഞാൻ അവിടെ അന്വേഷിച്ചു പറഞ്ഞു ഇവിടെ എവിടെയാണെന്നുള്ളത്. എവിടെയാ മോനെ? അത് ഈ ബിൽഡിംഗ് തന്നെയാ. ആണോ? ഇവിടെ എത്ര പ്രാവശ്യമാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
മോന് വയ്യാണ്ടേ അതിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. പിന്നെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. മോനെന്താ പറ്റിയത്? 10-15 ദിവസമായി അവന് പനി. എന്നിട്ട് ഇവിടെ വന്ന് കാണിച്ചിട്ട് പോയതാ. അവന് സുഖമാവുകയും ചെയ്തു. ഇതിപ്പോ 2ാം പ്രാവശ്യം പനി വന്നിരിക്കുന്നു. ശരീരം മുഴുവനും വേദനയായിട്ട് അവന് ഒന്നിനും വയ്യ. അപ്പൊ ഡോക്ടർ പറഞ്ഞതാ ഒന്ന് സ്കാനിങ് അടിക്കും, ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അതൊക്കെ ചെയ്തു. ഇനിയിപ്പോ ഈ റിസൾട്ട് ഒക്കെ വാങ്ങി ഡോക്ടർക്ക് ഒന്ന് കാണിക്കണം മോനെ, അതിന് വന്നതാ. ചേച്ചി ഒറ്റയ്ക്കാണോ? അല്ല, മോനുണ്ട്. ഇത് അവൻ കാറിലിരിക്കുന്നു. അവൻ എങ്ങനെയോ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയതാ വയ്യാണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു കാറിലിരുന്ന മോനെ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാന്നുള്ളത്. മോളാണോ? ആ മോളാണ്. കരയുന്നുണ്ടല്ലോ. എന്താ ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നതാണോ? ഇവിടുന്ന് കാണിക്കാൻ വന്നതാ. ആ എന്നാ ശരി മോനെ, ഞാൻ പോട്ടെ. ശരി എന്നാ. ഏട്ടാ, കുഞ്ഞിനെതാ ഞാൻ എടുക്കാം. വേണ്ടടാ, ഞാൻ എടുത്തോളാം, നീ വാ. മോളെ, അമ്മ മോന് സുഖമില്ല, ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. മോള് കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ വന്നതാ. 2 മാസമായി. ഹസ്ബൻഡാ എഞ്ചിനീയർ അവിടെ. അമ്മയ്ക്ക് സുഖാണോ? ആ സുഖമാ മോളെ. അന്നതവിടെ കാറിലുണ്ട്. ആ അതാ വരുന്നു. ശരി അമ്മേ, വിളിക്കുന്നുണ്ട്. ആ ഈ അമ്മ എന്താണ് ഇത്ര നേരാന്ന് വരാ? ഇതെന്താ ഇത്രയും വൈകിയത്? എത്ര നേരം ഞാൻ അവിടെ ഇരിക്കുന്നത്? വൈകിയതോ? അതാരാ പോകുന്നു നോക്ക്. വർഷമോളും ഹസ്ബൻഡുവാ. വാ. അതെ, അതാരാണെന്ന് മനസ്സിലായോ? നീ എന്താണ് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? അവളെ നട്ടലുള്ളൊരുത്തൻ കല്യാണം കഴിച്ചത് ഒരു കുട്ടിയായി അന്തസ്സായി ജീവിക്കുന്നു. ഇങ്ങോട്ട് വാ, നീ തലകറങ്ങി വീണ് എന്നെ കൊണ്ടാവില്ല തൂക്കിയിട്ട് പോവാൻ.